ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്യുന്നൊരു ഫ്ലവറാണ്, പിയോണി ഫ്ലവറാണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ തൈലോസ് പൗഡറും CMC ഒന്നും ഇല്ലാണ്ടാണ് ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുക്കുന്നത്. വെറും കോൺഫ്ലോറും അതേപോലെ തന്നെ ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ഈ ഒരു പിയോണിയുടെ കട്ടർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു കട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോണ്ടൻ്റ് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പിയോണിയുടെ കട്ടർ കയ്യിലുള്ളത് കൊണ്ട് ആ ഒരു ഫ്ലവറിൽ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. ഇതേപോലൊരു പിയോണിയുടെ ഒരു കട്ടർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള കട്ടർ നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾ ഈ ഒരു വലുപ്പത്തിൽ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണ്ടൻ്റ് നല്ലപോലെ നീഡ് ചെയ്ത് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു പേപ്പർ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത്. പിയോണിയുടെ തന്നെ ഇതിൽ കട്ട് ചെയ്യണമെന്നില്ല, ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഫോണ്ടൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ നീഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫോണ്ടൻ്റാണ്. അപ്പോൾ നമുക്കതൊന്നും കൂടെ പരത്തിയെടുക്കണം. ഇതിപ്പോൾ കൈ വെച്ചിട്ട് ഞാൻ കോൺഫ്ലോർ ഇട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ നീഡ് ചെയ്തെടുത്താണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പരത്തിയെടുക്കുക. പക്ഷെ ഒരുപാട് തിന്നാക്കി പരത്തണ്ട. ഒരുപാട് തിന്നാക്കി പരത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് നല്ലപോലെ ഇരിക്കില്ല, അത് വളഞ്ഞ പോലെ ഇരിക്കും. അത് വിചാരിച്ചിട്ട് ഒരുപാട് കട്ടിയിൽ ചെയ്യാൻ വേണ്ട, ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിലൊക്കെ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ നടുവിൽ നിന്ന് ആദ്യത്തെ ചെറിയ പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ചെയ്യുന്ന സമയത്തും വലുത് ചെറുത് എന്നുള്ള രീതിയിൽ പേപ്പറിൽ കട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഇനി നിങ്ങളുടെ അടുത്ത് കട്ടറാണുള്ളതെന്നുണ്ടെങ്കിലും കട്ടർ വെച്ചിട്ട് നമ്മൾ സെയിം അളവിൽ ചെറുത് എത്രയാണോ എടുക്കുന്നത് അതേ ക്വാണ്ടിറ്റി തന്നെ വലിയ പെറ്റൽസും എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ ആ ഒരു പൂവ് നല്ലപോലെ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. പിന്നെ അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് വളഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടൻ്റ് ഷേപ്പ് ചെയ്യുന്ന കട്ടേഴ്സ് ഉണ്ടാവും. അതുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജസൊക്കെ വളരെ ചെറുതായിട്ടൊന്ന് സ്മൂത്തായിട്ടൊന്ന് അതിലൂടെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ അതിൻ്റെ എഡ്ജസൊക്കെ സ്മൂത്തായിട്ട് കിട്ടും. ഞാനിപ്പോൾ അതങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് ഒരു ബൗളിലോട്ട് വെക്കുകയാണ് ചെയ്തത്. ആ ബൗൾ എടുക്കുന്ന സമയത്ത് ബൗളിൽ കുറച്ച് കോൺഫ്ലോർ വിതരണം. എന്നാലേ ഇനി അഥവാ സ്റ്റിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൽ കുറച്ച് കോൺഫ്ലോർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ശരിക്കും അതവിടെ നിൽക്കുള്ളൂ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പരത്തുന്ന സമയത്ത് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ച സാധനം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കണം. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഹാർഡായത് മുഴുവൻ പിന്നെയും ലൂസായിട്ട് ആ ഒരു ഫോണ്ടൻ്റ് മുഴുവൻ ഒരു ഷേപ്പില്ലാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പരത്തി എടുക്കുന്ന സമയം നമ്മൾ ആദ്യം പരത്തി വെച്ചത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി മാറ്റി വയ്ക്കുക. നമ്മൾ ഗം പേസ്റ്റും അതേപോലെ റൈസ് പേസ്റ്റും ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അത് നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഫോണ്ടൻ്റ് അത്ര ഹാർഡല്ല, അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിങ്ങനെ ഷേപ്പില്ലാത്ത പോലെ ഇരിക്കുന്നത്. ഇതേപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേക്കിലൊക്കെ എഡിബിളായിട്ടുള്ള ഫ്ലവേഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള 8 പെറ്റൽസാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരുപാട് പെറ്റൽസ് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം, അതായത് ഫോണ്ടൻ്റെ മുകളിൽ തന്നെ വെക്കാം. പക്ഷെ വെക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യം പരത്തി വെച്ച ഫോണ്ടൻ്റെ മുകളിൽ ഒരു ചെറിയ പേപ്പർ ടിഷ്യൂ വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഒട്ടിപ്പോവും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫോണ്ടൻസ് വലിയ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം വെച്ച പോലെ തന്നെ ഒരു ബൗളിൽ വെക്കുന്നതിന് മുമ്പ് കുറച്ച് കോൺഫ്ലോർ ആ ഒരു ബൗളിൽ വിതറിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം
അപ്പോൾ ഞാനിത് എല്ലാം നല്ലപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ വരുന്നതിനൊക്കെ ഇടയ്ക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. 8 ലീവ്സാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ വലുതും ചെറുതും 8 തന്നെ ഞാൻ ആദ്യം എടുത്ത ആ ഒരു ബോളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തിന്നാക്കാണ്ടിരിക്കാൻ ഒന്ന് നോക്കുക. ഇനി അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റുക. ഞാൻ ഏകദേശം ഒരു 6 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലേ അത് ശരിക്കും ഹാർഡായിട്ട് കിട്ടുള്ളൂ. ഇത് നമ്മൾ ആ ഒരു ഫ്ലവർ കവർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നടുവിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മൊട്ടൊക്കെ പോലെയുള്ളൊരു സംഭവമാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്. ഇതിന് ഒരു പീസിന് 2 രൂപയാണ് വില. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയിട്ട് ഈ ഒരു ഇതാക്കി എടുത്താൽ മതി. അതിന് മുകളിൽ ഞാൻ കുറച്ച് കളറ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓരോ പെറ്റൽസ്, അതായത് ഞാനിത് ഓവർനൈറ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ രാത്രി അത് സെറ്റാകാൻ വെച്ചിട്ട് രാവിലെ അതെടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഡ്രോപ്പ് വെള്ളം അതിൻ്റെ മുകളിലാക്കി കൊടുത്താൽ അത് ശരിക്കും നല്ലപോലെ അവിടെ ഒട്ടി കിട്ടും. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് സാധാരണ പൂവൊക്കെ വെക്കുന്ന പോലെ ഓരോ പീസ് അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ മുഴുവൻ പൂവ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനതൊരു പൈപ്പിൻ്റെ ഉള്ളിലോട്ട് വെക്കുകയാണ്. ആ ഒരു അതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നിന്നിട്ട് അതൊന്ന് ഹാർഡാവാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുകയാണ്. എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഉള്ളിലോ അത് ഇങ്ങനെ കൊള്ളുന്ന രീതിയിലുള്ളൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചാലും മതി. എന്നിട്ട് ഇതേപോലെ നമുക്കൊരു 1.5 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലേ അതൊരു ശരിക്ക് ആ ഒരു ഷേപ്പ് അതിന് കിട്ടുള്ളൂ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു പൂവാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പൂവ് കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.